അത് ശരി. കുറേ ആളുകൾ ഇറങ്ങിയിട്ട് അഫ്സൽ അമീറിന്റെ കുറേ വീഡിയോസ് കൊണ്ടുവന്നിട്ട് അങ്ങ് ബഹളവാ. എന്തുവാ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഓരോ വോയിസുകളൊക്കെ കൊണ്ടുവന്ന് പ്ലേ ചെയ്യിക്കുന്നത്? പ്രണയം തെറ്റാണോ? അതെന്താ? നിങ്ങൾക്കൊക്കെ പ്രണയിക്കാം, എൻ്റെ സാസുമോക്ക് പ്രണയിക്കാൻ പാടില്ലയോ? ജാസുമോള് പ്രണയിക്കും. ജാസുമോള് പ്രണയത്തിൽ PhD എടുത്ത കുട്ടിയാണ്. നമുക്ക് ഒരു ചെറിയ വോയിസ് കേൾക്കാം. ഒന്നും പറയാനില്ല, പക്ഷെ ഈ വോയിസ് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇറ്റ്സ് എ ഹെവൻലി വോയിസ് ആണ്, കേൾക്കുക. ഇനി ഇത് ആരാണെന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് വേണ്ട. ഇതെന്തായാലും അഫ്സൽ അമീർ അല്ല. അഫ്സൽ അമീർ എന്ന് പറയുമ്പോൾ ഈ കുട്ടി ഇപ്പോൾ കല്യാണമൊക്കെ നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ചെറുക്കൻ അതല്ല. കബറി കബറി അടി അതല്ല. പിന്നെ ആരാ? ഉന്നാക്ക? നോ. പിന്നെ ആരായിരിക്കും? ഇതിന് മുമ്പ് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു സിയാദ്. അതാണ് പുള്ളിക്കാരൻ്റെ സൗണ്ടാണ്. പുള്ളിക്കാരൻ കുറേ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് ചിലപ്പോൾ മനസ്സിലായത് എന്താണെന്നറിയാമോ? ഇവന് കിട്ടിയില്ല. കുറേ ഇവൻ കാണിച്ചു, പക്ഷെ ഇപ്പം അടുത്തില്ല. അതിൻ്റെ ദേഷ്യം കൊണ്ട് പറയണമെന്നാണ് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നൊന്ന് കേട്ട് നോക്കുന്നു. അത് കേട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. എന്തായിരിക്കും? അതായത് ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ജാസ്മിൻ പറയുന്നുണ്ടായി കലിപ്പനയായിട്ടായി നീയാണ് സമ്മതിക്കാതിരുന്നേക്ക്. ഇനി പിന്നെ അതിനൊക്കെ എന്നെ കഴിഞ്ഞൊരു സമയത്ത് അസ്ലയും ജാസ്മിനും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് നീ വന്നിട്ട് ആ ഒരു വീഡിയോ കാളിനകത്ത് വന്ന് പറഞ്ഞ് എനിക്കറിയത്തില്ല ജാസ്മിനെ നിന്നെ വളർത്തിയത് ഞാനാണോ എന്നൊക്കെ പറഞ്ഞ് നീ മാറ്റി ചോദിച്ചിട്ടുണ്ട്. ആ സംഭവം എന്തുവാ? അതിന്റെ ക്ലാരിഫിക്കേഷൻ എന്റെ പറഞ്ഞു വെറുതെ അവളെ ലൈഫ് ഇല്ലാതാക്കണ്ട അങ്ങനെ എങ്ങനെയാണെന്ന് ഞാൻ എന്റെ ഒരു മനസാക്ഷി കൊണ്ട് ഞാൻ പിന്നെ ഇല്ലാന്ന് പറഞ്ഞ് വിട്ടതാണ്. പക്ഷെ അതും ഞാൻ എന്റെ ഉണ്ട് പക്ഷെ ഞാൻ ആ സമയത്ത് വേണ്ടെന്ന് വെച്ച് മിണ്ടാതെ വിട്ട കാരണം വെച്ചാൽ അത് കഴിഞ്ഞപ്പോൾ തനി മുമ്പ് വീണ്ടും എടുത്തു. അത് തന്നെ ജാസ്മിനെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറയണോ നിന്നെ വിളിച്ച് പറഞ്ഞിട്ടാണോ നീ പറഞ്ഞേ? എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ഈ കാണുന്നില്ല. ഈ ഒരു ഷെഫീന ബീഗമ അങ്ങനെ കുറച്ച് ലേഡിയൊക്കെ ഇല്ലായിരുന്നു എന്റെ പേരൊക്കെ എടുത്ത്. അതിന് വ്യക്തമായിട്ട് വേറൊരു കാര്യം പറയാനാണെങ്കിൽ റിങ്ങിന്റെ കേസ് ലൈവിൽ അവൾ എന്നെ ചോദിച്ചിട്ടില്ല. റിങ് എന്തോ ലൈവിൽ എന്നെ ചോദിച്ചിട്ടില്ല. പിന്നെ റിങ്ങിന്റെ കേസ് റിങ് എല്ലാരും പറയുന്ന കേട്ടോ 50,000. റിങ്ങിന്റെ കേസ് ലൈവിൽ അവൾ എന്നെ ചോദിച്ചിട്ടില്ല. റിങ് എന്തോ ലൈവിൽ എന്നെ ചോദിച്ചിട്ടില്ല. പിന്നെ റിങ്ങിന്റെ കേസ് റിങ് എല്ലാരും പറയുന്ന കേട്ടോ 50,000 1 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്ന കേട്ടോ. കേക്കാവോ? കേൾക്കാം. അത് എത്ര രൂപ റിങ് ആയിരുന്നു? അല്ല ജാസ്മിന്റെ സൈഡിൽ പറയുന്നത് 50 രൂപയൊന്നുമല്ല. ബാക്കി ഒരു ചെറിയ കുഴപ്പമില്ലാത്ത ഡയമണ്ട് റിങ് തന്നെ 9,000 10,000 ഉണ്ട്. ചെറിയൊരു കല്ല് വരുന്നു. ഇല്ലെന്ന് പറയാൻ പറ്റും. വിളിച്ച് പറഞ്ഞിട്ടാണോ നീ നമ്മളെ ഇഷ്ടമില്ല മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നിന്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ട് പോയി മുന്ന ജാസ്മിനെ. അങ്ങനെയാണല്ലോ ഞാൻ മുന്നേക്ക് ഞാൻ ഇപ്പൊ പുറത്താണ് അറിയാം. ഞാൻ വൈകിട്ട് എത്തിയിട്ട് ഞാൻ മുന്നേറ്റ് ആ സമയത്ത് ചാറ്റ് ആക്കിയ ആ ഡേറ്റ് ഉൾപ്പെടെ എന്റെ ഉണ്ട്. ആ സമയത്ത് ആക്കിയ മെസ്സേജും കാര്യങ്ങളും ഞാൻ ഈ കാര്യം നിന്റെയും ജാസ്മിന്റെയും കാര്യം ജാസ്മിന്റെ വീട്ടിൽ അറിയാൻ പോകുന്ന പിന്നെ അറിയാത്തത് അവൾ ഉമ്മാക്ക് എല്ലാവർക്കും അറിയായിരുന്നല്ലോ. ആ സമയത്ത് അവൾ അത്താക്ക് എന്തോ പുറത്തിറങ്ങാൻ പറ്റില്ല. ആൾക്കാരൊക്കെ കാരണം വെച്ചാൽ 2-3 പേരല്ലല്ലോ. ഞാൻ നമ്മൾ ഇഷ്ടംപോലെ വീഡിയോസ് അവിടെ ഇൻസ്റ്റാഗ്രാമില് ഫാൻ പേജും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടന്നതാണ്. അപ്പൊ നിന്റെ കാര്യം അവളുടെ അത്താക്കും ഉമ്മാക്കൊക്കെ അറിയായിരുന്നു. നിന്റെ കാര്യം അറിയാമല്ലോ. അപ്പൊ ഈ കാണിച്ചു കൂട്ടുന്നത് കള്ളത്തരമല്ലേ? അപ്പൊ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയൊരാൾ വന്നിട്ടുണ്ടല്ലോ അഫ്സല്. എനിക്ക് സത്യം പറയാൻ എനിക്ക് ആരെങ്കിലും ദേഷ്യം അവളുടെ അടുത്ത് എനിക്ക് നല്ലപോലെ ഉണ്ട്. പക്ഷേ പിന്നെ ഒരു പെണ്ണല്ലേ ജീവിച്ചു കൂട്ടുന്ന ലെവലാണ് ഞാൻ അന്ന് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് വിട്ടു. അത് ഇട്ട് കഴിഞ്ഞപ്പോഴും എനിക്ക് എന്റെ വേണ്ടപ്പെട്ട അമീന് അങ്ങനെ കുറച്ച് കൂട്ടുകാരന്മാരുണ്ട്. അവനൊക്കെ അന്ന് തെറി വിളിച്ച് പോയിട്ട് ഇന്ന് വരെ എന്റെ അടുത്ത് വന്നിട്ടില്ല. കാരണം വെച്ചാൽ അവന്മാർക്ക് അറിയാം എന്റെ അവസ്ഥ കണ്ടിട്ടുള്ളതാണ് അവന്മാർ. അന്ന് വിളിച്ചിട്ട് വന്നിട്ടില്ല. അഫ്ല ജാസ്മിൻ ഇഷ്യൂവിനകത്ത് പോലും അന്ന് ജാസ്മിൻ പറഞ്ഞിട്ടാണ് നീ വിളിച്ച് സംസാരിച്ചത്. അന്ന് ആ വീഡിയോ കാള് വെറും ഒരു ഫേക്ക് ആയിരുന്നു. അപ്പം ആ കാള് അല്ലേ എന്റെ വിളിച്ചടാ ഞാൻ ഇത് ജീവിച്ച് പോട്ടെന്നുള്ള ലെവലിലാണ്. എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് നല്ല പ്രശ്നമുണ്ട് അറിയാം. ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉമ്മ പറഞ്ഞത് വെച്ചാൽ ഇവിടെ ഒരു പെണ്ണുള്ളതാണ്. മനസ്സിലായില്ലേ? ആ ലെവലിലാണ് ഞാൻ. പിന്നെ അത് ഞാൻ അന്ന് ഇതേപോലെ റിയാക്ട് ഒന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു. കാരണം എനിക്ക് വേണ്ട. ആൾക്കാരെല്ലാം പറഞ്ഞു നീ വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുത്ത് എന്തിനു വീഡിയോ എടുത്തിടണം? അതിന്റെ ആവശ്യം എന്തിനാണ്? ഇവള് ഇതേപോലെ കാണിച്ചിട്ട് ഞാൻ എന്റെ ഒരു മനസാക്ഷി കൊണ്ട്
കഴിഞ്ഞപ്പോ ഞാൻ പോർട്ടൽ വെച്ച് ഞാൻ അന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞപ്പോ ആ വീഡിയോ അവള് പോസ്റ്റ് ചെയ്ത് രാത്രി ആയപ്പോ അവളെ തനിക്കോണം വീണ്ടും കാണിച്ചു. നീ ചെയ്തതെല്ലാം നിനക്ക് വന്നല്ലോ. ഞാൻ ഇപ്പൊ ഇരുന്ന് ആലോചിക്കുകയാണ്, ഞാൻ ചെയ്തതെല്ലാം എനിക്ക് വന്നല്ലോ, ഞാൻ എന്താണ് ചെയ്തത് അവളുടെ അടുത്ത്. വേറൊരു കാര്യം ചോട്ടെ, ഈ വിഷയങ്ങളെല്ലാം ഒരു 1.5-2 വർഷം മുന്നേ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ എന്നോട് പറഞ്ഞതൊക്കെ നീ വേറെ നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ജാസ്മിൻ എല്ലായിടത്തും പറയുന്ന ഞാനാണ് ഫ്രണ്ട്സിന്റെ അടുത്ത്, വേറെ ആൾക്കാരുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്റെ കൂടെയുള്ള മുക്കാലും എനിക്കും അറിയാം. എല്ലാവരും ഇത് പറയേണ്ട ആവശ്യമില്ല. ആ ടാങ്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കേസിൽ എന്താണ് പ്രശ്നം? അത് ഞാൻ പച്ചയ്ക്കാണ് ടാങ്ക് ഒന്ന് തെറി വിളിച്ചത്. നിങ്ങളെല്ലാം കണ്ട ആൾക്കാരാണല്ലോ. ടാങ്ക് ഞാൻ തെറി വിളിച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. ഞാൻ എന്റെ പുതിയ അക്കൗണ്ട് തുടങ്ങി. ആ ടാങ്കൊരു ലൈവ് ഇടണവും പൈസ കൊടുക്കണവന്മാരും എല്ലാ പെണ്ണുങ്ങളെ നിരത്തിയിട്ടാണ് ഞാൻ ചിക്ക് വിളിച്ചത്. അവിടെ മാത്രമല്ല എല്ലാവരും വിളിച്ചു. കാരണം വെച്ചാടാ, പുറത്തുനിന്ന് കാണുന്നവന്മാരെല്ലാം വിചാരിക്കും ഇവന്മാര് ചുമ്മാ ലൈവ് ഇട്ട് കൊണ്ടുവയ്ക്കണ പൈസയാണ്. അല്ലെ അങ്ങനെയല്ല. നീ ചുമ്മാ ഒരു പെണ്ണിന് കൊണ്ടിട്ട് 30,000-40,000 കൊടുക്കും. ഇതാണ് കൊടുക്കുന്നത്. ഇത് കാരണം അടിയുള്ളതാണ് മെയിൻ കാര്യം. ഞാൻ ഓരോ ഡെയിലി ഓരോരുത്തന്മാരെ അടിച്ചടിച്ച് ഓട്ടിക്കുന്നതാണ് എന്റെ പരിപാടി. വേറെ ചോദ്യം ചോദിക്കട്ടെ, ഈ റീൽസ് ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നീ അല്ലേ ഒരുപാട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ജാസ്മിൻ പറയുന്നത്. ആൽബത്തിന്റെ കേസൊക്കെ ഒരു ആൽബം ഒക്കെ എടുത്തിട്ടില്ലേ നീ? അതാണ് മെയിൻ. ആ നിയാജ് തൊടുപുഴയെന്ന് പറഞ്ഞ ഒരുത്തനെ എനിക്ക് മെയിനെ കാണുമ്പോഴാ ഞാൻ 100 വട്ടം പറഞ്ഞതാണ് ഞാൻ വരുന്നില്ല, നീ പോയിട്ടോ. അന്ന് അവൻ വിളിച്ചോണ്ട് പോയതാണ് ഇവിടെ കാണാൻ മെയിൻ കാരണം. അന്ന് കണ്ടപ്പോഴാണ് ഇവളടുത്ത് സംസാരിച്ച് ഇവിടെ നമ്പറെല്ലാം മേടിച്ച്. അതാണ് മെയിൻ പ്രശ്നം. അവനാണ് എന്നെ വിളിച്ചോണ്ട് പോയത്. അല്ല, സോഷ്യൽ കാണുന്നെങ്കിൽ കുറച്ച് ഞാൻ ഇരിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളുടെ അക്കൗണ്ടുകളും ഫാൻ പേജുകളൊക്കെ ഒരുപാടൊന്നും ഉണ്ടായിരുന്നു. ഒരുപാട് വീഡിയോസ് നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടില്ലേ? ഞാൻ മുക്കാലും ഡിലീറ്റ് ആക്കി വെച്ചു. ഞാൻ ആ സമയത്തുള്ള ടെൻഷൻ കൊണ്ട് ഞാൻ എല്ലാവരും തെറി വിളിച്ച്. ഞാൻ തന്നെ മിക്കതും ലേഡീസാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ഇഷ്ടം കൊണ്ട് അവർ ചെയ്യുന്നതാണ്. ഇത് എന്റെ ഒരു മൈൻഡ് ആ ഒരു സമയത്തായോണ്ട് ഞാൻ തെറി വിളിച്ച് ഡിലീറ്റ് ആക്കി പിന്നെയാണ് ചെയ്തത്. മെയിൻ നീ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ കേസ് എനിക്ക് ഓർമ്മയുണ്ട്. ഒരുപാട് പേര് ഇപ്പം ഇങ്ങനെ പഴയ വീഡിയോസ് ഒക്കെ പുറകെ ഷെയർ ആക്കുന്നത്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? പഴയ വീഡിയോ അത് ഞാൻ കുറെയൊക്കെ പറഞ്ഞ് ഡിലീറ്റ് ആക്കി വെച്ചു. നമുക്കെന്ത് കാണിക്കേണ്ട ആവശ്യമില്ല. എന്റെ പ്രൂഫ് ഉൾപ്പെടെ എന്റെ ഉണ്ട്. അത് ജാസ്മിനെ നല്ലപോലെ അറിയാം. ഞാൻ പിന്നെ വാ തുറന്നു കഴിഞ്ഞാൽ വളരെ നാളും മീന നാളമുള്ളത് മുന്നേ മീന നാളെന്ന് വെച്ചാൽ കൺഫേം ഇടുന്നത്. പിന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ ജാസ്മിനുമായിട്ട് നീ അഫെയർ ആവുന്നതിന് മുന്നേ ജാസ്മിന് വേറെ അഫെയർ വല്ലതും ഉണ്ടായിരുന്നോ? ഉണ്ടായിരിക്കും. അവള് ഇപ്പൊ കൽപ്പെന്ന് പറയുന്നത് ചിലപ്പോ എനിക്ക് തോന്നി എന്റെ ഇതില് ആൾക്കാരെല്ലാം കാണുമ്പോ വിചാരിക്കും ഞാനും അവളായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തെടുത്തിരുന്നതിൽ ആൾക്കാർ വിചാരിക്കും ഞാനെന്നെ വിചാരിക്കും. ചിലപ്പോ അവളെ അറിവില് വേറെ കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ എനിക്ക് മുന്നേ എടുത്തുണ്ടായിരുന്നു. അപ്പൊ അവൻ എന്നെ അവിടെ സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. മെയിൻ കേസ് അതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്റെ വായൊക്കെ തുറന്നു കഴിഞ്ഞാൽ ജാസ്മിന് നാളും അവളെ ഇൻസ്റ്റയിൽ കാണൂല, യൂട്യൂബിൽ കാണൂല, ഒന്നും കാണൂല. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്നെ കൊണ്ട് തുറപ്പിക്കാതിരിക്കുന്ന ആളൊന്നല്ല. ഞാൻ അന്ന് അവളടുത്ത് പറഞ്ഞു, ഞാൻ റിങ്ങിന്റെ കേസോ മറ്റേ കോളിന്റെ കേസോ ഞാൻ പറഞ്ഞു തീർക്കും. ഒരിടത്ത് എന്റെ പേര് നീ പറയില്ല. ഞാൻ അവിടെ അടുത്ത് അന്ന് ഞാൻ പറഞ്ഞ ഒരിടത്ത് നീ എന്റെ പേര് ഇനി പറയില്ല, എല്ലാം അവിടെ വെച്ച് തീർന്നോളൂ. അവളൊരു ഓക്കെ മറ്റാണ് മറിച്ചാം. മറ്റേ ബിഗ് ബോസിൽ പോയിട്ട് അവക്കൊരു മറ്റേടത്ത് കാമുകം ഉണ്ടായിരുന്ന എന്റെ വായുന്നതിൽ വേറെ എന്തൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ കൂടി പോകും. അതുകൊണ്ട് ഞാൻ ഒന്നും വീട്ടുന്നില്ല. അപ്പൊ നീ മറ്റേ അസ്ല ജാസ്മിൻ ആയിട്ടുള്ള ബിഗ് ബോസ് ഒന്നും ഞാൻ കാണുന്നില്ല. ആൾക്കാർ എനിക്ക് ഷെയർ ആക്കി തരണമാണ് കാണുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാം തുറന്നത് ഇതൊക്കെയാണ്. മനസ്സിലായില്ല, അതിന്റെയൊക്കെ സ്വഭാവം മനസ്സിലായല്ലോ. മനസ്സിലായോ എങ്ങനെ ഞാൻ സഹിച്ചെന്ന് എനിക്ക് തന്നെ. അപ്പോ നിന്റെ അടുത്ത് വലിയൊരു ചതിയാണ് കാണിച്ചത് ജാസ്മിൻ. ഈ ഒരു വിഷയത്തിൽ ഞാൻ ജാസ്മിൻ്റെ ഒപ്പമാണ്. കാരണം ഇത്രയും കലിപ്പനായ ഒരുത്തൻ്റെ കൂടെ ആരെങ്കിലും പൊറുക്കൂ? ഇവ 27 മണിക്കൂർ ദേഷ്യം അടിച്ചു പൊളിക്കുക, ചീത്ത വിളിക്കുക, ഇതൊക്കെയാണ്. അവളെങ്ങനെ സഹിക്കും? ഒരു പക്ഷേ ജാസ്മിൻ്റെ ഈ ആറ്റിറ്റ്യൂഡിൻ്റെ ഒക്കെ കാരണം ഇവനായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. സംശയമില്ലാതില്ല. ഞാൻ ഈ വിഷയം എടുക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വ്യക്തമായിട്ട് രണ്ട് കാര്യം എടുത്തു പറയുന്നുണ്ട്. അതിലൊന്ന് ഒരു റിങ്ങിൻ്റെ കാര്യം പറയും. പുള്ളി 9,000 രൂപയ്ക്ക് എങ്ങാണ്ട് വാങ്ങിച്ച ഒരു റിങ്. ഈ റിങ്ങിൻ്റെ ഇഷ്യൂവിലാണ് ഇവർ തമ്മിൽ തല്ലിയത് എന്നാണ് ഞാൻ അറിഞ്ഞ ന്യൂസ്. അതായത് എന്തോ ഒരു ഡയമണ്ടാണ്, ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തേക്ക് വാങ്ങിച്ചു കൊടുത്തതിന് വില കുറഞ്ഞു പോയി. അതിൻ്റെ പേരിലാണ് രണ്ടും കൂടെ അടിയായത് എന്നതാണ് പറയുന്നത്. ഇതിന് മുമ്പൊരുത്തനുള്ളതുമായിട്ട് എന്താണെന്ന് പ്രശ്നമൊന്നും അറിയത്തില്ല. ഇയാളുമായിട്ട് തെറ്റാനുള്ള കാരണം അതാണ്. ശരി, ആ വിഷയമാണ് ഞാൻ അന്ന് സംസാരിച്ചത്. ഈ പുള്ളിക്കാരൻ്റെ ചെയിൻ, അതായത് ആ റിങ്ങിൻ്റെ ഡയമണ്ട് റിങ്ങിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം വാപ്പ അമ്മക്കറിയാം. അപ്പോൾ വാപ്പ അമ്മ അല്ലേ ശരിക്ക് ഇതിനകത്തുള്ള കളിക്കുന്ന ആൾക്കാർ.
ആദ്യം ഒരുത്തനുമായിട്ടുണ്ട്, ശരി, ഒരു പക്ഷേ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടാവത്തില്ല. ഇവനുമായിട്ടുള്ള അഫെയറൊക്കെ വീട്ടുകാർക്കെല്ലാം അറിയാമെന്ന് പറയുന്നു. ഇയാളുടെ പേര് സിയാദ് എന്നാണ്. സിയാദുമായിട്ടുള്ള അഫെയർ ഫുള്ള് പാപ്പ അമ്മക്ക് അറിയാം. 23 വയസ്സുള്ള കുഞ്ഞിന് ഈ 3 പ്രാവശ്യമായിട്ട് എൻഗേജ്മെൻറ്റും ഡിവോഴ്സും സർവത്രികവും നടക്കുന്നത് ഈ ഉപ്പായുമായി നോക്കിക്കൊണ്ട് നിൽക്കുന്നെങ്കിൽ ഈ കുട്ടിയുടെ എല്ലാ നാശത്തിൻ്റെ മൂല കാരണം ആരാണെന്ന് ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മകൾ കാശുണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. എവിടുന്ന്, ഏത് രീതിയിൽ, എങ്ങനെ, എന്തെങ്കിലും ഈ തന്ത അന്വേഷിച്ചെങ്കിൽ ഇന്നിങ്ങനെ ഒരു അവസ്ഥ വരുമോ? എന്തായിരുന്നു ഇയാളുടെ ഷോ ഓഫ്? ആളുകളുടെ വായിൽ കോലിട്ട് കുത്തി അവരെ വായിലിരിക്കുന്നത് അത്രയും കേൾക്കാൻ വിധിയുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. തങ്ങൾ ഭയങ്കര സംഭവമാണ്, കേസ് കൊടുത്ത് ഇപ്പം അങ്ങ് ഒതുക്കുമെന്നല്ലേ പറഞ്ഞ യൂട്യൂബേഴ്സിനെ. ഇപ്പം എന്താ ഇയാൾക്ക് കേസ് കൊടുക്കാൻ ഉള്ളത്? ഇയാളുടെ മകൾ അതിനകത്ത് ഓരോന്ന് പറയും, അതെടുത്ത് വെച്ച് ആളുകൾ പറയും, ഇനി അതിനെ എടുത്ത് വെച്ച് ഇങ്ങനെ കേസ് കൊടുക്കും, ഇതിനെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ദിയ. എന്താണ് ഇതൊക്കെ? എന്താ കേൾക്കുന്ന? ഇതാണോ ഒരു തരം അരാജകത്വമല്ലേ ഈ കേൾക്കുന്നത് മുഴുക്കെ? ഇനി ഇയാൾ പറയുന്നതിലും ഇയാളാണ് ആദ്യം ഇൻസ്റ്റ അത് ഇത് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. ഇവർ തമ്മിൽ നല്ല കോട്ടിപ്പിടുത്തമായിരുന്നു. അവർ ഇതിനേക്ക് കൊണ്ടുവന്നു, സോഷ്യൽ മീഡിയയിലേക്ക് അവളെ കൊണ്ടുവന്നത് ഇവരാണ്. ഈ പരിചയങ്ങൾ എങ്ങനെ വരുന്നു? എന്താണ് ഇവർ തമ്മിലുള്ള പരിചയങ്ങൾ? ശരി, ആയിക്കോട്ടെ, ഇവർ വന്നു, ടാങ്കോ ആപ്പിലേക്ക് കൊണ്ടുപോയി. ഇവനാണ് ടാങ്കോ ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇവൻ തന്നെയാണ് അതിൽ നിന്ന് മാറാനും പറഞ്ഞതെന്ന് പറയുന്നത്. ഇവൻ പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്ക് അവരുമായിട്ടുള്ള ദേഷ്യം തന്നെ ടാങ്കോയിൽ നിന്ന് മാറുക എന്ന് പറയാനാണ്. അപ്പോൾ ടാങ്കോ സ്വയം ഉണ്ടാക്കിയെടുത്തണം. ആരാണ് ഈ സജഷൻ കൊടുത്തത് ഈ മകൾക്ക്? ഈ കുട്ടിയെ ഈ രീതിയിൽ മോശമാക്കാൻ ആരാണ് തൂണ്ടുതലായി നിന്നത്? അപ്പൻ വേറെ ആരാ? അപ്പോൾ കേടി അണ്ണൻ്റെ കയ്യിരിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇയാൾ തന്നെ പറയുന്നുണ്ട്, എന്നെപ്പറ്റി ഈ വീട്ടുകാർക്ക് നല്ലതുപോലെ അറിയാം, അറിയായികയൊന്നുമില്ല, ഒക്കെ അറിയാം. ഉന്നാക്കയുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് അത് പബ്ലിക്കായിട്ട് നടത്തിയൊരു സംഗതിയല്ലേ. അഫ്സലിൻ്റെ രഹസ്യമായിട്ടും 3 എണ്ണം ഈ ഉപ്പായും ഉമ്മായും ഈ 3നും മകൾക്ക് കൂട്ടു നിൽക്കുകയാണ്. എന്താണ് ഇവർ നമുക്ക് തരുന്ന മെസ്സേജ്? ഇതൊന്നും പോരായിട്ട് ഗബ്രി അതിനകത്ത് കാണിച്ചു. ഗബ്രി എവളും കൂടെ കാണിച്ചതിന് ഇയാൾ പബ്ലിക്കിൽ വന്ന് അവിടെ വന്ന് കാണിച്ചത് അത് ഗെയിമല്ലേ എന്ന്. അപ്പോൾ അത് ഗെയിമാണ്, പുള്ളിക്കത് ഗെയിമാണ്, മനസ്സിലാകുന്നില്ലേ? പക്ഷേ നമ്മളുടെ ഒന്നും കുടുംബങ്ങളിൽ ഇങ്ങനെ ഒരു ഗെയിം ഇല്ല. ഇത്തരത്തിൽ ഗെയിം കളിക്കുന്ന കുട്ടികളെ നമ്മൾ വെച്ചു ഉറപ്പിക്കാറുമില്ല. ഒരു കാരണവശാലും ഈ രീതി തുടർന്നു പോകാൻ കുട്ടികളെ അനുവദിക്കാറുമില്ല. നമ്മൾ വിലക്കും, അവരെ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കും, നേർപാതയിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ എന്താ പറയണേ, ഇതിൻ്റെ കൂടെ 100 വട്ടം ഇസ്ലാം മതത്തിനെയും കൂടെ എടുത്ത് വയ്ക്കുന്നുണ്ട്, മതത്തിൻ്റെ കാർഡും കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് മതം തീരെയില്ല കേട്ടോ. മതവിശ്വാസികളാണ് ഇവരിങ്ങനെ തോന്നിവാസങ്ങൾ കാണിക്കത്തില്ല. മതം തീർത്തുമില്ല. തലയിൽ തട്ടമിട്ട മതവാദിയാകത്തില്ല. മതം അവരുടെ തലയിലേക്ക് കയറത്തില്ല. ഇതെന്തോ ഭാഗ്യത്തിനപ്പുറത്തെ ആളുകൾക്കത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കൊള്ളാം. ഇല്ലാച്ചാൽ ഇതെന്തെല്ലാം പറയാനും മാത്രം ഉണ്ടെന്ന് ഓർത്ത് നോക്കണം. നന്നായി നാറുന്നുണ്ട് മൊത്തത്തിൽ. ഈ സിയാദിൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ. സിയാദ് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ വിഴുങ്ങുകയാണ്, അത്രയൊന്നും ഞാൻ എടുത്ത് വയ്ക്കുന്നില്ല. കുറച്ചുകൂടെ കേൾക്കാം. നീ കെട്ടൂല. ഞാൻ ഇന്നല്ല ഉറപ്പിച്ചെന്നെ പറയണം, അവൻ കെട്ടൂല എന്ന് എനിക്ക് 100-150% ഉറപ്പുണ്ട്. കാരണം വെച്ചാൽ അവന് മുന്നേ അവനെ പറ്റി കുറെ കാര്യങ്ങൾ ആൾക്കാർ വന്ന് പറയുന്നതാണ്. എനിക്കറിയില്ല, പേഴ്സണലായിട്ട് എനിക്കറിയില്ല കാര്യങ്ങളൊക്കെ. പ്രൂഫും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുമില്ല, ആൾക്കാർ പറയുന്നതാണ്. അവൻ കെട്ടുന്നില്ല. ഞാൻ മുന്നേ വിളിച്ച് ഇതാക്കിയ ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ അവന് ചോദിച്ചു, നീ കൈ കൊടുത്ത് പേടിച്ചല്ലോ? അപ്പൊ അവൻ എൻ്റെ അടുത്ത് ആ ഒരു ഡയലോഗ് എന്നെ അടിച്ചിട്ടുണ്ട്. പൈസ ഉണ്ടെങ്കിൽ എന്ത് നടക്കുന്നു എൻ്റെ അടുത്ത് അവൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അവൻ പറഞ്ഞ കോൾ പൈസ കൊടുത്ത് ജാസ്മിനെ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി. ഞാൻ എന്റെ ദേഷ്യം ഞാൻ പച്ചയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ സമ്മതിക്കാറുണ്ട്. എനിക്ക് അപ്പോൾ പൈസ കൊടുത്ത് ടാങ്കോയിൽ നിന്ന് അവൾ വിലയ്ക്ക് എടുത്തു എന്നാണ് പറയുന്നത്. ശരി, ആയിക്കോട്ടെ, അത് നമുക്കറിയുന്ന വിഷയമല്ല, പോട്ടെ, സാരമില്ല. അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല. ഇനി നമുക്ക് മറ്റൊരു വോയിസ് അങ്ങോട്ട് കേൾക്കാം. പേഴ്സണലി എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ഇത് അഫ്സൽ നല്ലോണം യൂസ് ചെയ്തു, നല്ല വൃത്തിക്ക് യൂസ് ചെയ്തു. എന്നെ കൊണ്ട് എത്ര എന്ന് പറഞ്ഞാൽ ഞാൻ ആ പെണ്ണിനെ അങ്ങനെ വിശ്വസിച്ചു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തു, എന്നെ കൊണ്ട് പറ്റിയുള്ള ഷോ പോകുന്ന മുമ്പേ ഉള്ള കാര്യങ്ങളൊക്കെ എത്രയോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും അതൊക്കെ ഞാൻ
ഞാൻ ചെയ്തു കൊടുത്തു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്കിപ്പോ തോന്നുന്നു ഇവളുടെ പെരുമാറ്റം, സംസാരം, രീതി. സൂപ്പർ. അപ്പോൾ പുള്ളിക്കാരനെയും ഉപയോഗിച്ചു, അവളെ ഉപയോഗിച്ചു, അവനെ ഉപയോഗിച്ചു. എല്ലാം കൊള്ളാം. ഇതിനകത്തൊക്കെ കുറേയധികം മെസ്സേജസ് പുള്ളിക്കാരനെ ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻവോയ്സുകൾ, കാര്യങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയധികം ചർച്ചകൾ, തെളിവുകളായിട്ട് സ്വന്തം പേഴ്സണൽ സ്റ്റോറി എടുത്ത് ഇടേണ്ടി വരുന്ന ഒരു ഗതികേട്. ഞാൻ അഫ്സലിൻ്റെ കാര്യത്തിൽ തെറ്റ് പറയത്തില്ല. അഫ്സൽ സീരിയസ് ആയിരുന്നു, അഫ്സൽ വളരെ സീരിയസ് ആയിരുന്നു. ആൻഡ് അഫ്സലിനെ ഈ ടാങ്കോ ബാക്കിയുള്ളതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ പൊതുവിൽ ഓരോന്നൊക്കെ പറയും, അതൊക്കെ സ്വാഭാവികമാണ്, അത് ഇഗ്നോർ ചെയ്യൂ എന്ന് പുള്ളിക്കാരത്തി പറയുന്നത് വിശ്വസിച്ചിട്ട് അവളുടെ എല്ലാ പ്ലേറ്റിലും തൂങ്ങി നിന്നവളാണ്. ഒരു പടി മുന്നേ കൂടി മുന്നാക്കയാണ് കുറച്ച് സ്കോർ ചെയ്തത്. അതെങ്ങനെയെന്ന് ചോദിച്ചു, മുന്നാക്ക ഇവളുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കൊക്കെ പൈസ നഷ്ടപ്പെടുമ്പോൾ മുന്നേക്ക് പൈസ ലാഭമാണ് ഉണ്ടായത്. അങ്ങോട്ട് 10,000 രൂപ കൊടുത്ത കണക്കാണ് അവൾ പറയുന്നത്. സോ പ്രണയം നമുക്ക് ഒരുപാട് പേരോടെ തോന്നാം, അല്ലെങ്കിൽ ഒരുപാട് പേരെ പ്രണയിക്കാം, ഒരുപാട് രീതിയിലൊക്കെ നമുക്ക് നടക്കാം. പക്ഷേ ഈ ഒരു വേർഡ് ചിലർക്കത് ഭയങ്കര പ്രഷ്യസാണ്. എല്ലാവരോടും ഒന്നും തോന്നാത്തൊരു സംഗതിയാണ് പ്രണയം. അങ്ങനെയുള്ളവർക്ക് ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത ചളിപ്പും ദേഷ്യവും ഒക്കെ വരും. പണത്തിന് വേണ്ടിയിട്ടാണ് ഈ പേക്കൂത്തൊക്കെ കാണിച്ചതെങ്കിൽ പണം കിട്ടിയത് കൊണ്ട് എന്ത് ലാഭം? ഇതെന്തുകൊണ്ട് വിലക്കുന്നു, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എത്ര കുട്ടികളായി ഈ പിള്ളേരിൽ. ഇപ്പം ആദ്യത്തെ ചെറുക്കനാണ് സിയാദ്. അതിന് മുമ്പ് ഒരു ജോക്കർ എന്ന് പറഞ്ഞൊരുത്തരുണ്ട്. അവൻ്റെ കാര്യം അറിയത്തില്ല, അവൻ സൈലൻ്റ് ആണെന്നാണ് പറയുന്നത്. അവൻ ഇതുവരെ പിക്ചറിലേക്ക് വന്നിട്ടില്ല. ജോക്കർ, സിയാദ്, മുന്നാക്ക, അഫ്സൽ, ഗബ്രി, 5 പേരായി. ഈ 5 പേരും പരസ്പരം തല്ല് പിടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. 5 പേർക്കും ഇവളുടെ ഡ്രാമ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ അഫ്സലിന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പം മനസ്സിലായെങ്കിലും ഒതുങ്ങിപ്പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇത് വേറുള്ളവർക്ക് തോന്നാതിരുന്നാലും, ഇങ്ങനെ ഒതുങ്ങിപ്പോകണ്ട, പണി കൊടുക്കണമെന്ന് തോന്നിയാലും. പിന്നെ ഒരു ചാറ്റ് ഹിസ്റ്ററി പുള്ളി അയച്ചിട്ടുണ്ട്. പലതും ഓൺ ടൈം ഓപ്പൺ ചെയ്യുന്നതാണ്. ക്ലവറായിട്ട് അവളുടെ പിക്ചേഴ്സ് ആയിരിക്കും അയക്കുക. അത് മാത്രം ഓൺ ടൈം ഓപ്പണിംഗ് ആയിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ. ആ സ്പെസിഫിക് പോർഷൻ മാത്രം അയച്ചു കൊടുത്ത് എന്ത് തന്നെ ആയാലും നല്ല രീതിയിൽ മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ വളർന്ന ഒരു പെൺകുട്ടിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടത്താൻ പറ്റുള്ളൂ. പേഴ്സണലി ഞാനൊരു കാര്യം പറയാം. എനിക്കിപ്പം വലിയ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ മീൻസ് വേറെ വലിയ സോഷ്യൽ മീഡിയ സംഭവങ്ങളൊന്നുമില്ല. മീൻസ് പേയ്മെൻറ്റ് ടേംസ് കിട്ടുന്നത് വളരെ ചുരുങ്ങിയ ഒരു എമൗണ്ടാണ് എനിക്ക് കിട്ടുന്നത്. യൂട്യൂബിൽ കൂടിയാണ് കിട്ടുന്നത്. ബട്ട് ഐ തിങ്ക് എൻ്റെ കുടുംബം നടന്നു പോകാൻ അത്യാവശ്യം ആ എമൗണ്ടിന് ഇനഫാണ്. അത്യാവശ്യം അല്ലാതെ തന്നെ നമ്മളും ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നതാണ്, ഈ കുട്ടിക്ക് എൻ്റെതിൽ നിന്ന് ഒരു 10 മടങ്ങ് കൂടുതലാണ് പേയ്മെൻറ്റ് കിട്ടുക സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രം. ടാങ്കോ അവോയ്ഡ് ചെയ്തിട്ടാണ്, ടാങ്കോയിൽ കൂടെ അല്ലാതെ കിട്ടുന്ന എമൗണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിനിമം 300K ഒക്കെ പോകും. 300K പോയി എന്ന് വെച്ചാൽ എങ്ങനെ പോയാലും ഒരു 35,000 രൂപ ഒരു വീഡിയോയ്ക്ക് അവർക്ക് കിട്ടുന്നുണ്ട്. 35,000 രൂപയുടെ ഒരു കുടുംബം അന്തസ്സായിട്ട് നടന്നു പോകത്തില്ലേ? അവരൊരു ഗ്രാമപ്രദേശത്തുള്ള കുട്ടിയാണ്. അപ്പോൾ അത് അന്തസ്സായിട്ട് നടന്നു പോകും. അതിൽ കൂടുതൽ പണം വേണം, കടങ്ങൾ വീട്ടണം, സമ്പാദിക്കണമെന്ന് തോന്നൽ വന്നുകൊണ്ടായിരിക്കുമല്ലോ കൂടുതൽ ഇതിലേക്ക് പോയിട്ടുള്ളത്. നല്ല വ്യൂ ഉള്ള, നല്ല റീച്ചുള്ള, മില്യൺ സബ്സ്ക്രൈബറുള്ള ഒരു ചാനൽ കയ്യിലുണ്ട്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇതിലൊക്കെ കൂടെ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. എല്ലാത്തിൽ നിന്നും പേയ്മെൻറ്റ് വരുന്നതാണ്. അതിനകത്ത് ഇടാൻ പാടില്ല, അങ്ങനെയില്ല. അതിലിട്ടാലും വ്യൂവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും. ഫിനാൻഷ്യലി നല്ല സ്റ്റെബിലിറ്റി ആ കുട്ടിക്ക് ഉണ്ടാകുമായിരുന്നു. ഈ പയ്യൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പെർഫെക്റ്റ് പെയറാണ്. കാരണം ബാക്കി കാര്യങ്ങളൊന്നും അവൻ അറിഞ്ഞു വന്നിട്ടില്ല. ഞാൻ അറിഞ്ഞാലും അവനത് ഇഗ്നോർ ചെയ്യും. കാരണം ഇത്രയും വിഷയങ്ങൾ അവൻ വിശ്വസിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇത്രയധികം പേര് പറഞ്ഞു കൊടുത്തിട്ടും പുള്ളി അത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. പുള്ളിക്ക് അത് നേരിട്ട് കണ്ടപ്പോഴാണ് കാര്യം പിടി കിട്ടിയത്. അതും അവൾ വരട്ടെ, അവൾ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ആ പയ്യൻ തീരെ സാധുവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഫ്സൽ തീരെ സാധുവാണ്. പക്ഷേ ഈ പെൺകുട്ടിക്ക് ഇതൊന്നും പറ്റത്തില്ല, തികയുന്നില്ല. അവളെക്കാൾ ഉപരി അവളുടെ പേരൻസിനല്ലേ പറയുന്നത്. മകളെ അങ്ങനെ വിടാനുള്ളതല്ല. നല്ലൊരു എമൗണ്ടായി, കൊച്ചു പഠിക്കട്ടെ എന്നാ തന്ത ചിന്തിച്ചോ? നീ കപ്പും കൊണ്ട് വീട്ടിൽ വരണം. കപ്പ് കൊണ്ടുവന്നാൽ ഇയാൾ അതിനകത്ത് പിടുക്കുമായിരിക്കും. കപ്പും കൊണ്ട് വീട്ടിൽ വരണം. എന്ത് മനുഷ്യനാണ് ഇത്? ഒരു നാണവും ഇല്ലാതെ വീണ്ടും ഇരുന്ന് കൊണ്ട് എഴുന്നള്ളിക്കുന്നുണ്ട്. ഒരു വീഡിയോ ഈ കുട്ടിയുടെ ഞാൻ കാണാനിട, അതിനകത്ത് പറയുന്നുണ്ട്, എൻ്റെ ഉമ്മ അതിന് വലിയ വായിസും കാര്യങ്ങളൊന്നുമില്ല, അത് വലിയ സംഭവമൊന്നുമില്ല. വാപ്പാക്കാണ് അവിടെ വോയിസ്. വാപ്പ അടിക്കും, വാപ്പ പുറ്റും, വാപ്പ മാന്തും. സത്യമായിട്ടും ആ കുട്ടിക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ട്രീറ്റ്മെൻറ്റ് നടത്തി കൃത്യമായി പൊതുസമൂഹത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും
എങ്ങനെ ഇതാകണോ ഒന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് റിക്കവർ ചെയ്ത് എടുത്തിട്ടില്ല അച്ഛാ, വലിയൊരു ദുരന്തമായി മാറും അതിൻ്റെ ജീവിതം എന്നുള്ള തർക്കമേ വേണ്ട. അത് എന്തോ സംഭവമാണെന്നും ഇതൊക്കെ വലിയ കാര്യമാണെന്നും തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അവൻ തന്ന റിങ്, ഇവൻ തന്ന ഡ്രസ്സ്, അറ്റ്ലീസ്റ്റ് കേടി കുറച്ചുകൂടി ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ കുട്ടികളുടെ പണം തിരിച്ചു കൊടുക്കാൻ നോക്കണം. അല്ലെങ്കിൽ ഇവർ നിർബാധം പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, നീ എത്ര കൊടുത്തു എൻ്റെ മകൾക്ക്, അത് ഞാൻ തരാമെന്ന് പറഞ്ഞ് വലിയ മനസ്സ് കാണിച്ച് ആ പണം തിരിച്ചു കൊടുക്കാനുള്ള വലിയ മനസ്സ് കാണിക്കണം. അവളുടെ അടുത്ത് ഏത് ഡ്രസ്സിൻ്റെ വില ചോദിച്ചാലും ഉടനെ കൊളാബ്. അവൾക്കറിയില്ല ഒന്നിൻ്റെയും വില. ഇതൊക്കെ ആരൊക്കെയോ വാങ്ങിക്കൊടുക്കുന്നു. അന്യൻ്റെ മുതൽ, അതൊക്കെ ഓരോരുത്തരുടെ ഈ ഇഷ്ടമാണ്, അത് വാങ്ങണോ വേണ്ടേ എന്നുള്ളത്. അന്യൻ്റെ മുതൽ വാങ്ങി 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 ഉപയോഗിക്കുമ്പോൾ അവർ തിരിച്ചൊരു എക്സ്പെക്റ്റേഷൻ വയ്ക്കും. ആ എക്സ്പെക്റ്റേഷന് ശരിക്കും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഫ്രസ്ട്രേഷന് ആളുകൾ വന്നിരുന്ന് പലതും പറയും. ഇവരാരും പറയണത് അവർ ഉദ്ദേശിച്ച പ്രതിഫലം പുള്ളിക്കാരത്തി കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ്. ആ പ്രതിഫലം ആളൊന്നേ ഉള്ളൂ, 4 പേർക്ക് വീതം വെച്ച് കൊടുക്കാവുന്ന മാജിക്കൊന്നും ആ കുട്ടി പഠിച്ചിട്ടില്ലല്ലോ. ഇത് സത്യം പറഞ്ഞാൽ നല്ല ഒരു ഷോ ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഭയങ്കര ചാട്ടമൊക്കെ കാണിക്കുമ്പോഴും അതേപോലുള്ള കാര്യങ്ങൾക്ക് കുറച്ച് അട്രാക്ഷൻ കൂടുതൽ കാണിക്കുമ്പോഴും ഒരു ചരട് നമ്മുടെ കയ്യിൽ വേണമെന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്ക് സീസൺ 6 അങ്ങ് എടുത്തൂടെ. നമുക്ക് വീട്ടിലുള്ള കുട്ടികളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾക്ക് ഒരു പരിധി വരെ മൂക്കുകയറിടാൻ ഇത് ഉപകരിക്കത്തില്ല. തീർച്ചയായിട്ടും നടക്കും. മക്കളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തേണ്ട ആവശ്യകത ഏറ്റവും അനിവാര്യമായ കാര്യത്തിൽ ആ കൊച്ചത് വെളിവാക്കി തരുന്നുണ്ട്. നമ്മൾ കാണുന്നതാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സേഫാക്കുക. ഇതൊക്കെ വലിയൊരു പഠിത്തമാണ്. ഇതിപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തും വന്ന് പറഞ്ഞൊന്നും തരാനൊക്കത്തില്ല. ഇഷ്ടം പോലെയുണ്ട്. മാറ്റേഴ്സ് എടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് ഉണ്ട്. എനിക്ക് അഫ്സലിൻ്റെ വാക്കുകൾ കേട്ടപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് വലിയ ഫീലിംഗ് ഒന്നും തോന്നുന്നില്ല. കാരണം ആ പയ്യനോട് ഞാനോ മറ്റേ അസ്ലയോ ഒക്കെ ഒരുപാട് ഉപദേശിച്ചതാണ്. അവനൊന്നും മനസ്സിലാകുന്നതല്ല. ഇത്രയും കൃത്യമായ എവിഡൻസ് ഉൾപ്പെടെ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടപ്പോഴും അവൾ പറയണത് കേട്ട് സൈലൻ്റായി നിന്ന മോനാണ്. ഇനിയൊരു വേർഷനുണ്ട്. ഇവന്മാർ ഇട്ട ചാറ്റിൻ്റെ മറ്റൊരു വേർഷൻ അവൾ പബ്ലിഷ് ചെയ്താൽ അത് ഇതിനേക്കാൾ നാറുന്നൊരു കഥയായിരിക്കും ഇനി പുറത്തു വരാനിരിക്കുന്നത്. ഏതായാലും ഇത് പേഴ്സണൽ ഗ്രഡ്ജ് കൊണ്ടാണോ എന്തോ എനിക്കറിയില്ല. അത് ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇതിന് മുമ്പ്, അതായത് എൻ്റെ മകനെ അവൾ ആക്രമിക്കുന്നതിന് മുമ്പ് ഞാനിത് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിടാനുള്ള കാരണം ഈ തരത്തിൽ നടക്കുന്ന പെൺകുട്ടികൾക്കൊരു അലർട്ട് കൊടുക്കാനാണ്. നമ്മൾ നാണം കെട്ട് പണം സമ്പാദിച്ചിട്ട് ആ നാണക്കേട് അത് മാറ്റുമെന്നുള്ള പ്രത്യാശയിൽ ഇരിക്കരുത്. നാണക്കേട് ഒരു പണവും മാറ്റത്തില്ല. കേടിയായിട്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. അവൾക്ക് പണമുണ്ടായിട്ടോ അവൾ വീട് വെച്ചോ കാറ് വാങ്ങി കൊടുത്തിട്ടോ അപ്പനെ സ്വയം കേടി എന്ന് വിളിക്കുന്ന ഒരു ലെവലിൽ അവളില്ലേ. തള്ള എന്നല്ലേ പറയുന്നത്. ഒരു റെസ്പെക്റ്റ് ഇല്ല. നമ്മുടെയൊക്കെ നാട്ടിൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റ് ഇല്ലെന്ന് പറയും. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ വളർച്ചാ കാലഘട്ടത്തിൽ ഉടനീളം അത് ഒരുപാട് പ്രശ്നത്തിൽ കൂടെ നടന്ന് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പല രീതിയിൽ തിരിഞ്ഞ് നടന്ന കുട്ടിയാണ്. നേർവഴിക്ക് വരാനുള്ള എല്ലാ സൊല്യൂഷൻ ഉണ്ടായിട്ടും അത് കേൾക്കാതെ ഒരുപക്ഷെ ഈ ഷോയിൽ പോയാൽ എന്തോ മാങ്ങയാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് ചാടിക്കേറി പോയ അവൾക്ക് ഒരു മൂക്കേറിടാൻ അഫ്സലിന് സാധിക്കുമായിരുന്നു. അഫ്സലിനും തിരിച്ചു വിളിക്കാമായിരുന്നു. അഫ്സൽ അവിടെ ചെയ്തിട്ടില്ല. ചില വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തുകയും സ്റ്റോപ്പ് ചെയ്യുകയും ഇരുന്നു. അത് സ്ട്രിക്റ്റായിട്ടല്ല, സൗമ്യമായി കാര്യഗൗരവത്തോടെ എടുത്തു പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥ അഫ്സലിന് വരത്തില്ലായിരുന്നു. കൂട്ടുകാർ പറയുന്നു, വീട്ടുകാർ പറയുന്നു, എല്ലാവരും കളവ് പറയത്തില്ലല്ലോ. ഷെഫീന ബീവി കളവ് പറയും, ശരിയാ. എല്ലാവരും കളവ് പറയത്തില്ലല്ലോ. അന്ന് ഷെഫീന ബീബി പറഞ്ഞത് കള്ളമാണെന്ന് പറയാനും സമർത്ഥിക്കാൻ ഇവരൊക്കെ കാണിച്ചൊരു വെപ്രാളം കാണണമായിരുന്നു. ഇന്നിപ്പോൾ എല്ലാവർക്കും ഷെഫീന ബീബി പറഞ്ഞത് ശരിയാന്ന് പറയാം. വൈകി വന്ന വിവേകം ഒന്നും പറയാനില്ല. എനിവേ, ഈ ഒരു വോയിസ് ഒന്ന് കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു. ഇത് 1-2 പേരല്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ അതിനകത്ത് കിടന്നൊന്ന് ന്യായീകരിച്ച് തള്ളുമ്പോൾ PR ടീമുകൾ ഇവിടെ വന്നിട്ട് കിടന്നിട്ട് നമ്മളെ വീട്ടുകാരെ ഇപ്പോൾ ഇന്നൊരു കമൻറ്റ് എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. വേശ മോനും വേശ മക്കളും വേശ അമ്മയും. നിങ്ങൾക്ക് എത്രയും ഭയങ്കര മാനസിക വിശാലതയാണ്. എന്നാൽ ആ ലിസ്റ്റ് കൊണ്ടുവന്ന് വയ്ക്കുക. അറ്റ്ലീസ്റ്റ് ജാസ്മിൻ്റെ പേർക്കുള്ള ഒരു 5 പേരില്ലേ, 5 പേരുടെ പേര് കൊണ്ടുവന്ന് വെച്ചാലെങ്കിലും മതിയായിരുന്നു. അത്രയും വെച്ചിട്ട് ആ വിളിച്ചെങ്കിൽ കേൾക്കുന്നതിന് സുഖം ഉണ്ടായിരുന്നു. എന്ത് തോന്നിവാസവും ബാക്കിയുള്ളവരെ പറയുമ്പോഴും സ്വന്തം നേരെയും വിരൽ ചൂണ്ടപ്പെടും എന്നുള്ളത് കാര്യം ഒരു വലിയ വസ്തുതയാണ്. മനസ്സിലാക്കേണ്ടിയിരുന്നു. അതല്ലേ ഈ പെൺകുട്ടിയുടെ കുറേയധികം കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അഫ്സൽ പബ്ലിക്കിൽ വന്ന് പറയുന്നുണ്ട്. മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കഴിഞ്ഞു. അയാളുടെ എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അയാൾ തീരെ സാധുവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കണ്ടപ്പോൾ ഇതും കൂടെ എടുത്തു വെച്ച് പറഞ്ഞു. പുള്ളി മാത്രമല്ല, ഇതിന് മുമ്പുള്ള ഞാൻ ഊന്നാക്കയും കൂടെ വായി തുറക്കാനുള്ളൂ. ഊന്നാക്കയോ ഈ സിയാദോ ഈ അഫ്സലോ ഒന്നും ജെന്യുവിനല്ല എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞു വെക്കുന്നു. കാരണം അവൻ്റെ ഒപ്പം ഇരിക്കുമ്പം ഇവൻ അടിച്ചെടുത്തു, ഇവൻ്റെ ഒപ്പം ഇരിക്കുമ്പം മറ്റവൻ അടിച്ചെടുത്തു.
അപ്പം ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് അടിച്ചെടുക്കുമ്പോൾ ആ ഫോർമുല വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടാം എന്നൊരു ഒരു ചിന്ത ഇവർക്ക് 2 പേർക്കും 3 പേർക്കും വേണമായിരുന്നേ. 3 പേർക്കും അതുണ്ടായിരുന്നില്ല. ഈ 3 പേർക്കും ഇല്ലാത്തൊരു സാധനം ഗബ്രിക്ക് വരണമെന്ന് പറഞ്ഞാൽ അതും ഒന്നും പറയില്ല. ഗബ്രിക്ക് അറിയാമല്ലോ, ഗബ്രിക്കും അറിയാം ഇവർ 3 പേരിൽ ഒരാൾ എന്തായാലും ഉണ്ട് എന്നുള്ള ഗബ്രിക്കും അറിയാം. ഇനി ഇതൊന്നും അറിയാതെ ഇനി ഒരാളും കൂടെ വന്ന് ഇതിനകത്ത് പെടണോ വേണ്ടേ എന്നുള്ളത് ചിന്തിക്കുക. എന്തായാലും ആ കുട്ടിക്കൊരു വിവാഹം നടക്കണമെന്നുള്ളത് എൻ്റെയും കൂടെ ആഗ്രഹമാണ്. അല്ലെങ്കിൽ ഇനിയും ഒരുപാട് പേര് ഈ കിണറ്റിലേക്ക് വന്ന് പോയി വീഴും. അന്ന് ഈ മോള് പറഞ്ഞൊരു കഥയുണ്ട്. എൻ്റെ മകന് വേണ്ടിയിട്ടിട്ടൊരു ഇതാണ്. വേറെ ആര് കണ്ടില്ല, എൻ്റെ മകനെതിരുന്ന് കണ്ടിരുന്നു. നിൻ്റെ അമ്മ ഡിസ്ട്രിക്ട് കിണറാണെന്ന്, പഞ്ചായത്ത് കിണറാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഡിസ്ട്രിക്ട് കിണറാണെന്ന് പറഞ്ഞു. ഇത് നാഷണൽ ലെവൽ ഇൻ്റർനാഷണൽ ലെവൽ കിണറാണ് എന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഓൾ ദ ബെസ്റ്റ് മോളെ. ഞാൻ ഇനിയും എടുത്തു വെച്ച് പറയും. കാരണം അത്രയെങ്കിലും ഒരു സമാധാനം എനിക്ക് ഉണ്ടാകട്ടടി വേണ്ടേ. കൊള്ളാടി, നീ ഒരു ചുണക്കുട്ടിയാണ്, സമ്മതിച്ചു. നിൻ്റെ കൂട്ടുകാർ എഴുതി വെക്കുന്ന കണക്ക് നീ ഒരു ലേഡി ലയണെന്നല്ലടേ, ലയണസ് എന്നാ പറയുക. നീ ലേഡി ലയണസ് ആണ്, സിംഗിണിയാണ് ഡി, സിംഗിണി. ഓരോ പെൺകുട്ടികൾക്കും ഇതൊരു തിരിച്ചറിവായിരിക്കട്ടെ. ഇങ്ങനെ വേണം പ്രണയിക്കാൻ. പ്രണയിച്ചാൽ അത്യാവശ്യം അടിച്ചു മാറ്റുക, പോക്കറ്റിൽ സേഫ് ആക്കുക. സേഫ്റ്റി സോൺ. എങ്ങനെയുണ്ട്? സൂപ്പർ. ഒരാൾ ചോദിച്ചതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഇതിനെപ്പറ്റി വിവരണമായിട്ടൊരു ലൈവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈവ് കയറി കണ്ടാൽ അറിയാം. ഇന്നത്തെ ലൈവിൽ ഞാൻ കൃത്യമായി അഫ്സലിൻ്റെ ഡീറ്റെയിലൊക്കെ വെച്ചിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സോ ഫോർ യു, താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.